റിവൽ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പ്രഭാത സന്ദേശം ഡെയിലി ബ്രെഡ് മത്തായിയുടെ സുവിശേഷം 9:12 യേശു അത് കേട്ടാറെ ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെയും കൊണ്ട് ആവശ്യമില്ല. കർത്താവ് ഇത് പറയാനുള്ള സാഹചര്യങ്ങളെല്ലാം നമുക്ക് വേദപുസ്തകം വായിക്കുന്നവർക്ക് അറിയാം. ചുങ്കക്കാരും പാപികളുടെയും ഇടയിലിരുന്ന് കർത്താവ് ഭക്ഷണം കഴിക്കുമ്പോൾ അവർ വെറുതെ നിങ്ങളുടെ ഗുരു ടാക്സ് കളക്ടേഴ്സ് ആ സമയത്ത് അവരെല്ലാം നിന്ദിതരാണ്, പാപത്തിൽ ജീവിക്കുന്നവരുടെ കൂടെ. പക്ഷേ കർത്താവ് പറയുക അവർക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ഇന്ന് ഹോസ്പിറ്റലിൽ തിക്കി തിരക്കുന്നത് വേറെ ആരുമല്ല, രോഗികളല്ല, അല്ലെ അവരെ കൊണ്ട് ചെല്ലുന്നവരായിരിക്കും. ഇവിടെ കർത്താവ് പറഞ്ഞത് ഇതിനകത്തൂടെ ശക്തമായ സന്ദേശം തരുന്ന ശ്രദ്ധിക്കണമേ, നമുക്കൊരു വൈദ്യനുണ്ടെന്ന്. എന്നാൽ ഇതിനെ ചിലർ മിസ്യൂസ് ചെയ്യുന്നു, മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഒരിക്കൽ ഞാൻ ഒരു ബിസിനസ്സുമായി ഒരു സ്ഥാനത്തിരിക്കുന്ന ഘട്ടത്തിൽ അവിടെ ഒരു മകൻ വന്ന് പറഞ്ഞെങ്ങനെയാണ്, ഞാൻ അവനോട് സുവിശേഷം പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞെങ്ങനെയാണ്, അവൻ പാപത്തിൽ തുടരുന്ന ഒരു പയ്യനായിരുന്നു. അവൻ പറഞ്ഞെങ്ങനെയാണ്, എൻ്റെ യേശു പാപികളെ തേടിയാണ് വന്നത്. അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. യേശു പാപികളെ തേടി പാപികളെ എല്ലാം കൂടെ കളക്ട് ചെയ്ത് യാത്രക്കാരെ എടുക്കുന്ന പോലെ എടുത്ത് ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ട് വെക്കാനല്ല. യേശു പാപിയെ തേടിയ വന്നത് പാപത്തിന് അവൻ മാനസാന്തരപ്പെട്ട് അവൻ പിന്തിരിയാനാണ്. പാപിനിയായ സ്ത്രീയോട് അവരെ കല്ലെറിഞ്ഞ് കൊല്ലാനായിട്ട് യേശുവിൻ്റെ മുമ്പിൽ കൂടെ നിർത്തുകയാണ്. കർത്താവ് പറയുന്നത് നിങ്ങളിൽ പാപമില്ലാത്തവരെ കല്ലെറിയാൻ പറഞ്ഞപ്പോൾ എല്ലാവരും വിട്ടുപോകുമ്പോൾ കർത്താവ് ചോദിക്കുന്ന, സ്ത്രീയെ നിനക്കാരും ശിക്ഷ വിധിച്ചില്ല? കർത്താവ് പറഞ്ഞു, ഞാൻ ആരുമില്ല കർത്താവേ. ഇല്ല കർത്താവ്, ഞാനും ശിക്ഷ വിധിക്കുന്നില്ല, പക്ഷേ നീ പൊക്കോ, ഇനിയും പാപം ചെയ്യും. ഗോ സിൻ നോ മോർ, ഇനിയും പാപം ചെയ്യരുത്. അപ്പോൾ പാപികളെ തേടി വന്നത് നമ്മൾ എന്നും അത് തുടരാനല്ല, മാനസാന്തരപ്പെടണം. ആ പന്നിയെ മേയ്ക്കുന്ന സ്ഥലത്ത് വെച്ച് അപ്പൻ്റെ ഭവനത്തെക്കുറിച്ച് ഒരു മകന് ബോധം വരുമ്പോൾ വചനം പറയുന്നു, സുബോധം വന്നു. അവൻ്റെ വീട്ടിൽ ആൾക്കാർ ഇതിനെ ശേഷിപ്പിക്കുന്നു. അവൻ തന്നോട് തന്നെ പറയുന്ന ഒരു മാനസാന്തരം വരുന്നവർ പറയുന്ന ഒരു കാര്യമാണ്. മാനസാന്തരം വരാത്തവർ മുതലക്കണ്ണീര് പൊഴിക്കത്തുള്ള പറയത്തില്ല നാവുകൊണ്ട്. അവൻ പറഞ്ഞു, നിൻ്റെ മകനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. ഓ ഹല്ലേലൂയ, നിൻ്റെ വേലക്കാരുടെ അടുത്തനെ പോലെ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു. 2 തവണല്ലോ അവൻ പറഞ്ഞു, ദൈവത്തോടും പാപം ചെയ്തു, എൻ്റെ അപ്പനോടും പാപം ചെയ്തു. അതെപ്പോഴും ശ്രദ്ധിച്ചോണം. ഞാൻ എൻ്റെ ദൈവത്തോട് കണക്ക് തീർത്തോളാം. അല്ല, നിങ്ങൾ ചെയ്ത ആ വ്യക്തിയോടും നിങ്ങൾ ക്ഷമിക്കണം. ആ വ്യക്തിയോടും ക്ഷമ ചോദിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇവിടെ കർത്താവ് പറഞ്ഞത് രോഗിക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ഇന്നും ഈ രോഗത്തിൻ്റെ സൗഖ്യം യേശുവാണ്. ഇന്നത്തെ പാപം, മ്ലേച്ഛത, തിന്മകൾ, ദുർനടപ്പുകൾ, മോഷണം, കൊലപാതകം, രക്തച്ചൊരിച്ചിൽ, ഇതിനെല്ലാം തിന്മയിലൂടെ ചെയ്യുന്നതാണ്. തിന്മപ്പെട്ടവനാണ് ഇതുവരെ കൊണ്ടത് പ്രവർത്തിപ്പിക്കുന്നത്. പക്ഷേ സുവിശേഷം വെളിപ്പെടുമ്പോൾ ആ ശക്തി വെളിപ്പെടും. ഇന്ന് കർത്താവ് നിങ്ങൾ രോഗികളാണ്, സൗഖ്യമാക്കാൻ അവൻ തയ്യാറാണ്. ഈ യേശു നമ്മളിലേക്ക് വരുമ്പോൾ ആ വ്യക്തി രൂപാന്തരപ്പെടുകയാണ്. അതാ വചനം പറയുന്ന, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. ഈ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യാദൃച്ഛ്യമായിട്ടായിരിക്കും താങ്കൾ കേൾക്കുന്നത്. രഹസ്യമായിട്ട് എന്തെങ്കിലും രഹസ്യഭാവങ്ങളുണ്ടെങ്കിൽ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ടു ഒരു വിശുദ്ധിയിൽ നമുക്ക് ശേഷം കാലം നമുക്ക് ജീവിക്കാം. ദൈവത്തിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.